സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സൈറ്റിലൊരു VTP-NDB 8-way വെർട്ടിക്കൽ DB ഫിറ്റിങ്, അതുപോലെ വയറിങ്, DB ഡ്രസ്സിങ് എല്ലാ വർക്കുകളും കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള ഫുള്ള് വീഡിയോ, DB ഡ്രസ്സിങ്ങിലും ചെയ്യുന്ന, അതുപോലെ MCBയിലും ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വിശദമായിട്ട് തന്നെ ഇതിൻ്റെ കണക്ഷൻ, അതുപോലെ എർത്തിങ് എല്ലാം കൊടുത്തതെല്ലാം വളരെ പ്രോപ്പറാക്കി കൊടുത്തതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ കണ്ടോ, ഈ ഗ്ലാൻഡ് എർത്ത് മുതൽ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. MCBയിൽ ഫിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് മാക്സിമം വീഡിയോ നിങ്ങൾ കാണാം, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ ഇതാണ് ഈ ഒരു DB ചെയ്യുമ്പോഴുള്ളൊരവസ്ഥ. സർക്യൂട്ടെല്ലാം വലിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോൺട്യൂട്ട് അതുപോലെ DBയും ഓപ്പൺ ആക്കിയിട്ട് എക്സ്പാൻഷൻ ബോൾട്ടിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മുമ്പ് തന്നെ രണ്ട് ഈ സർക്യൂട്ടിൻ്റെ വലിച്ച പാടിനെ നമ്മൾ പെട്ടെന്ന് ഇത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെമ്പററി ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് UG കേബിൾ അതിലേക്കുള്ള ഇൻകമർ കണക്ഷൻ കൊടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് നിലനിർത്തിയിട്ട് അത് നമ്മളൊന്നും ചെയ്തില്ല. ബാക്കി അഡീഷണൽ ആയിട്ട് ഒരുപാട് സർക്യൂട്ടുകൾ, AC, പവർ, ലൈറ്റിൻ്റെ സർക്യൂട്ടുകളൊക്കെ ഒരുപാട് വലിച്ചിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് വെച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കറക്റ്റായിട്ട് DB ഡ്രസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് എനിക്ക് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എർത്തിങ്ങിൽ ഓരോ സർക്യൂട്ടിൻ്റെയും എർത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, എർത്ത് മാത്രം ഒരു ബണ്ടിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കി നല്ല വൃത്തിയിൽ നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ച് ഒരു ടീമാക്കി, ഒരു സെറ്റാക്കിയിട്ടുണ്ട്. അതായത് എർത്തിൻ്റെ ലിങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എർത്ത് മാത്രം വേറെ തന്നെ എടുത്തിട്ട് നല്ല വൃത്തിയിൽ തന്നെ നല്ല കണ്ടോ, ഓരോ ഗ്യാപ്പ്, ഓരോ ടൈൻ്റെ ഗ്യാപ്പ് വരെ നമ്മൾ വൃത്തിക്കായിട്ട് കറക്റ്റ് ഗ്യാപ്പാക്കിയിട്ട് നമ്മൾ ടൈ ചെയ്തിട്ട് വേണം എർത്ത് ലിങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എർത്തിങ്ങിൻ്റെ ആ വർക്ക് കഴിഞ്ഞിട്ട് എല്ലാം ആ എർത്ത് ലിങ്കിൽ, എർത്ത് ബാറിൽ നമ്മൾ അതിൽ ടെർമിനേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം വൃത്തിയാക്കുന്നതുകൊണ്ട് നമുക്ക് മെയിൻ്റനൻസിനെല്ലാം നല്ല സുഖമായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ന്യൂട്രലാണ്. ന്യൂട്രൽ വയറുകളെല്ലാം ഇതുപോലെ ന്യൂട്രൽ ലിങ്കിൽ, അപ്പോൾ ഇതിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രൽ വയർ കണ്ടോ നിങ്ങൾ, ബ്ലാക്ക് കളർ, അതും അതുപോലെ തന്നെ എർത്തിങ് ചെയ്ത പോലെ തന്നെ കേബിൾ ടൈ ഉപയോഗിച്ച് ഫുള്ള് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു ബണ്ടിലാക്കിയിട്ടുണ്ട്. ന്യൂട്രൽ വയറുകൾ മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കേബിൾ ടൈൻ്റെ ടൈലെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ കാണുന്നതാണ് ന്യൂട്രൽ ലിങ്ക്, താഴെ കാണുന്നത്. അതിൽ നല്ല വൃത്തിയിൽ തന്നെ ഓരോന്ന് ഒരു സെപ്പറേറ്റ് ആക്കിയിട്ട് കൂടെ ആക്കിയിട്ട് നല്ല വൃത്തിയിലായി ടെർമിനേഷൻ കൊടുക്കണം. അത് നമുക്ക് കാണുമ്പോൾ തന്നെ DB ഇങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തിയാവും. ഇപ്പോൾ ഓരോന്ന് ടെർമിനേഷൻ കൊടുക്കുന്നതാണ്. കറക്റ്റ് അളവെടുത്തിട്ട് വയറിൻ്റെ തന്നെ കുറച്ച് അധികമായി പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വളഞ്ഞ് നിൽക്കുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. കണക്ഷൻ കൊടുക്കുന്നതിനും ന്യൂട്രൽ നമുക്ക് സർക്യൂട്ട് കിട്ടുന്നതിനും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും നമ്മൾ DB ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയോടെ ചെയ്യണം. ആ ഡോറൊക്കെ നമ്മൾ പിന്നീട് മെയിൻ്റനൻസിന് വേണ്ടി എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പല രീതിയിലും പലരുടെയും DB എല്ലാം കാണുമ്പോൾ ഭയങ്കര വൃത്തിയോടായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ മെയിൻ്റനൻസിൽ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫോൾട്ട് കണ്ടെത്താനും അതിൻ്റെ ഡിഫക്റ്റ് ചെയ്യാനൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു, എക്സ്പാൻഷൻ ബോൾട്ടിലാണ് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ DB ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൺസീൽ ചെയ്തിട്ടില്ല ഇവിടെ. ഇതിൻ്റെ ഇൻകമറെല്ലാം ഓൾറെഡി വെച്ചതുകൊണ്ട് ആ ഒരു സെക്ഷൻ ഞാൻ ലാസ്റ്റ് പറയാം. ഇതാണ് ഫസ്റ്റ് അത് പറയാത്തത്. ഫസ്റ്റ് നമുക്ക് ഈ വയറുകളെല്ലാം ടെർമിനേഷൻ ചെയ്യുന്ന കാര്യം നമുക്ക് പറയാം. നമ്മൾ ന്യൂട്രൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ സർക്യൂട്ടിൻ്റെയും ന്യൂട്രൽ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂട്രലെല്ലാം കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ന്യൂട്രലെല്ലാം കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ന്യൂട്രലിങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 സർക്യൂട്ടാണ് ഇപ്പോൾ ഈ DBയിൽ ഈ സൈഡിൽ ന്യൂട്രൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്ലഗ് വരുന്നുണ്ട്, അതുപോലെ ഈ AC, 2 ACയുടെ സർക്യൂട്ട് ഉണ്ട്. കാരണം ഇതൊരു കോമൺ DB ആയതുകൊണ്ട് ലൈറ്റ് മാത്രമല്ല വരുന്നത്, കോമൺ DB ആണ് വെച്ചിട്ടുള്ളത്. അതിൽ 2 AC കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് എർത്തിങ്, അതുപോലെ ന്യൂട്രൽ വയറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഫേസാണ്. ഫേസ് ഇവിടെ റെഡ് അതുപോലെ യെല്ലോ 2 കളറിലും വലിച്ചിട്ടുണ്ട്. MCBയിലും ആദ്യം ഫിറ്റ് ചെയ്തതായിരുന്നു. ഇനിയും അഡീഷണൽ ആയിട്ട് പുതിയത് വലിച്ച ഫേസിന് വേണ്ടിയിട്ട് വേറെ നമുക്ക് MCB ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സൈഡിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്.
ഇതിൽ സ്ക്രൂ ഇതാക്കിയിട്ട് MCB ഫിറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് MCB ഫിറ്റ് ചെയ്യുന്നതെന്നെല്ലാം. അറിയാത്ത പലരും ഓരോ സംശയം ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണെങ്കിലും നമുക്ക് ആ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഇതാണ് ഫേസ് ഹോൾഡർ. ഇവിടെ MCB വെച്ചതിന് ശേഷം അതിൽ കണക്ട് ചെയ്യാനുള്ള ഫേസ് വയറുകളാണ് ആ കാണുന്നത്. അതും അതുപോലെ തന്നെ ഇപ്പോൾ അതിന് വേണ്ടി MCB വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. 16 ആംപിയറിൻ്റെ MCB ആണ് ഇത്. ലെഗ്രാൻഡിൻ്റെ 16 ആംപിയറിൻ്റെ MCB ആണ്. അത് പവർ പ്ലഗുകളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് 16 ആംപിയർ. AC വേണ്ടിയിട്ട് നമ്മൾ 25 ആംപിയറിൻ്റെ MCB ആണ്. ഇപ്പോൾ MCB വെക്കുന്നതാണ് ഇത്. അതിൻ്റെ സൈഡിൽ ഒരു ക്ലിപ്പുണ്ട്, അതും കണ്ട് കുറച്ച് ബാക്കോട്ട് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് ആ ടെർമിനലിൻ്റെ സൈഡ് വരുന്നത്, ആ വെർട്ടിക്കലായിട്ടുള്ള ടെർമിനലിൻ്റെ സൈഡ് വരുന്ന അവിടെ സ്ക്രൂ നല്ല ടൈറ്റ് ആക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൂസായിട്ടുണ്ടെങ്കിൽ, ലൂസ് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് വരാനും കത്തിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ സൈഡിലും ഒരു MCB ഫിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സൈഡിൽ ആ ടെർമിനൽ വരുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ നമ്മൾ നല്ല ടൈറ്റ് പിടിക്കണം. പലർക്കും ഈ അശ്രദ്ധയിൽ വരുന്നൊരു സംഭവമാണത്. അതുപോലെ ഇങ്ങനെ ഫാസ്റ്റാക്കിയിട്ട് DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ അധികം ടൈറ്റ് പിടിച്ചിട്ടുണ്ടാവില്ല, ലൂസായിട്ടെല്ലാം അവിടെ എല്ലാം ഹീറ്റാവുന്ന ഒരവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇലക്ട്രീഷ്യന്മാർ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. വൃത്തി വേണം, പക്ഷേ ശ്രദ്ധ അതിനേക്കാളും വേണ്ടത്. അതുപോലെ നല്ല ടൈറ്റ് പിടിക്കണം. ഇത് ഈ ഒരു MCB മാത്രമല്ല, താഴെയുള്ള RCB ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇൻകമറിൽ 40 ആംപിയർ 100 mAൻ്റെ RCB ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇൻകമറെല്ലാം എല്ലാം ടൈറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാ ഫേസുകളും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂവും വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ഫേസുകളും അധികം വലിച്ച എല്ലാ സർക്യൂട്ടുകളും എല്ലാം MCBയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫേസ്. കാരണം 2 സൈഡിലാണ് ഇതിൻ്റെ ഫേസ് ഏരിയ വരുന്നത് MCB വെക്കുന്നത്. അപ്പോൾ പകുതി ഈ ഒരു റൈറ്റ് സൈഡിലും ബാക്കി പകുതി ലെഫ്റ്റ് സൈഡിലും വെക്കുന്ന രീതിയിലാണ് നമ്മൾ ടൈയൊക്കെ അടിച്ചതിൻ്റെ വൃത്തിയോടെ സൈഡിലൂടെ ചെയ്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻകമർ കണ്ടോ, UG കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ടൈറ്റ് പിടിക്കണം. അതുപോലെ ഇതിൻ്റെ ലിങ്കാണ് ഇതിലേക്ക് മുകളിലേക്കുള്ള ടെർമിനലിലേക്ക് പോകുന്നത്. ന്യൂട്രൽ ലിങ്ക് പ്രത്യേകം നോക്കണം, ലൂസ് കോണ്ടാക്റ്റ് വരരുത്. പിന്നെ മുകളിലെല്ലാം കുറച്ച് ഫ്രീ ആണ്. അധികം നമ്മൾ 8 വേ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 10 സർക്യൂട്ടേ വെച്ചിട്ടുള്ളൂ. നമുക്ക് ബാക്കിയെല്ലാം ഫ്രീ ആണ്. ഗ്ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഗ്ലാൻഡ് എർത്തിങ് സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും. ഇതിൽ 2 UG കേബിൾ ചേർത്ത് ഔട്ട് ഗോയിങ് വരുന്നുണ്ട്. 2 കോർ ഇതെല്ലാം ക്ലാമ്പ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു DB ഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഗ്ലാൻഡ് എർത്തിങ് മസ്റ്റാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ DBൻ്റെ ഉള്ളിൽ എർത്തിങ് എല്ലാം ചെയ്തു, പക്ഷേ DBയിലേക്ക് എർത്തിങ് വരുന്നില്ല. അതുപോലെ ചെയ്തിട്ടുണ്ട്. DBൻ്റെ 2 സൈഡിലും MSWGൻ്റെ പ്രോപ്പർ എയർ പ്രോഗ്രാം എർത്തിങ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടൈറ്റും അതുപോലെ ഈ ടെർമിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നല്ല ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ DB ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ ഫേസ് സീക്വൻസ് കൂടി നോക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത്രയും നന്നായി. ഈ ലോഡ് ബാലൻസിങ് തന്നെ പ്രത്യേകം ഓരോ കളർ വെച്ച് കണ്ട് ചെയ്താൽ അത്രയും നന്നായി. നമുക്ക് ഓരോ ഫേസിലും കറക്റ്റ് ഈക്വലാക്കിയിട്ടുള്ള ഒരു ലോഡ് നമുക്ക് കേബിളിൽ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് DB ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാക്സിമം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ DB ഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ ഈ ഒരു വർക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങളും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോ. ഓക്കെ.